بشيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. قال النبي صلى الله عليه وسلم: ادخلوا الجنة جدكم واهبطوا من النار جدكم، فإن الجنة لا ينام طالبها وإن النار لا ينام هاربها، أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിലക്കന്റെയും ഔദാര്യങ്ങളുടെ അള്ളാഹുവിന്റെ ഫിക്റിൽ ഇതിന്റെ ചിന്തയിലേക്ക് സമീപിക്കുവാൻ സാധിച്ചു. അള്ളാഹു നമ്മുടെ നിലവിലെയും ഇതിന്റെ പ്രതീക്ഷമാറാണ്. അള്ളാഹുവിനെ ഉദ്വാദങ്ങളെ ശരിയായി പൂർത്തീകരിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിക്റിൽ അനുഗ്രഹിക്കുമാറാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഉയർന്നൊരു അമാനത്താണ്. അല്ലാഹു തആല ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ട അടിമകൾ നബിമാരെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയുണ്ട്. നബിമാർ അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണ്. ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വനൂഹൻ وآل إبراهيم وآل عمران على العالمين. അല്ലാഹു തആല ആദം നബിയെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ, ഇബ്രാഹിമിന്റെ കുടുംബത്തെ എല്ലാം അല്ലാഹു തആല തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ഈ അമാനത്തിനെ പൂർത്തിയാക്കാനുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ അമാനത്തിനെ പൂർത്തിയാക്കുക എന്നുള്ള യുദ്ധത്തിന്റെ തലയിൽ അല്ലാഹു ഉത്തരവാദിത്തം കൊടുത്തു. അള്ളാഹുവിന്റെ രീതിയാണ്, അവന്റെ സുന്നത്താണ്. ഈ അമാനത്തിനെ അല്ലാഹു തആല അടിമകളുടെ ലോകം നിലനിർത്തുന്നു. ലോകത്തെ ഈ അമാനത്തിനെ നിലനിർത്തുന്നതും ഇതിനെ ഇശാഅത്ത് ചെയ്ത് വ്യാപിപ്പിക്കുന്നതും അല്ലാഹു തആലയുടെ അടിമകളിലൂടെയാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവർ ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ അവരിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു, സിഫാത്തുകൾ ഉണ്ടായിരുന്നു. ഇത് ഈ പരിശ്രമത്തിൽ കൂടി അല്ലെങ്കിൽ പരിശ്രമം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ ഏറ്റവും ആവശ്യമായാണ് യഖീൻ, അല്ലാഹുവിന്റെ ഉറപ്പ്. കാരണം ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഹാലാത്തുകൾ, അവസ്ഥകൾ വരും. പല പല അവസ്ഥകൾ വരും. നബിമാർ അവർക്ക് പല അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. حتى يقول الرسول والذين آمنوا معه متى نصر الله. വളരെ കടുത്ത പരീക്ഷണങ്ങൾ നബിമാരുടെ മുന്നിലുണ്ട്. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്മാരും മുഅ്മിനീങ്ങളും പറഞ്ഞു, എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം വരിക, ഇനി എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം വരിക? അത്രയും ബുദ്ധിമുട്ടിന്റെ ഹാലാത്തുകൾ നബിമാർക്ക് ദീനിന്റെ പരിശ്രമത്തെ
പല വിധത്തിലുള്ള ഹാലാത്തുകൾ, അവസ്ഥകൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും. ഒന്ന് വ്യക്തിപരമായ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. നബിമാർക്കുണ്ടായതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ പരീക്ഷണം നൽകി. വലിയൊരു ഹാലാത്തായിരുന്നു. 17 വർഷം അദ്ദേഹം രോഗിയായി കഴിഞ്ഞു. എൻ്റെ അല്ലാഹു നൽകിയ മക്കളെല്ലാം മരണപ്പെട്ടു പോയി. എൻ്റെ സമ്പത്തെല്ലാം നശിച്ചു പോയി. പരീക്ഷണമാണ്, നബിമാർക്ക് വന്നതാണ്. അവരുടെ വ്യക്തി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നു. ഇതുപോലെ ശത്രുക്കളുടെ ഭാഗത്തുള്ള ഹാലാത്തുകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഓരോ നബിമാരും പല വിധത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങളെ കണ്ടുമുട്ടി, കടുത്ത ശത്രുക്കളെ കണ്ടുമുട്ടി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദീന്റെ വിഷമം ചെയ്യുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവില്ല. ശത്രുക്കൾ വന്ന് പല കടുത്ത ഹാലാത്തുകൾ വരും. മൂസാ നബി അലൈഹിസ്സലാത്തു വലിയ കടുത്ത ഹാലാത്താണ് ഫിർഔനിലൂടെ വന്നത്. മൂസാ നബി സമൂഹത്തിന് ബനി ഇസ്രായേൽ, ഫിർഔൻ വലിയ കടുത്ത അക്രമിയായി. അല്ലാഹു തആല പറഞ്ഞു, ഫിർഔന ദിൽ ഔതാർ. ഫിർഔന്റെ ശിക്ഷാരീതിയെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ഫിർഔന ദിൽ ഔതാർ. ആണി കൊണ്ട് മനുഷ്യര്, ജീവനുള്ള മനുഷ്യന്റെ പച്ച ശരീരത്തിൽ ആണിടിക്കുമാണ്. ഈമാൻ ഉൾക്കൊള്ളുന്നവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ കൂടുന്നവരെ ജീവനോടെ കിടത്തി ശരീരത്തിൽ ആണിടിക്കുമാണ്. മറ്റൊരു രീതിയായിരുന്നില്ല, ആരെങ്കിലും വിശ്വസിച്ചാൽ വലത്തെ കൈയും ഇടത്തെ കാലും, അല്ലെങ്കിൽ വലത്തെ കാലും ഇടത്തെ കൈയും മുറിച്ചു കളയുമായി. കടുത്ത പരീക്ഷണം. ജനിക്കുന്ന ബനി ഇസ്രായേൽ കുട്ടികളെ കൊലച്ചു, 90,000 ചില്ലാൻ കുട്ടികളെ കൊലച്ചു. സമൂഹത്തിന് അത് പരീക്ഷണം എത്ര കടുത്ത ഹാലാണ്. ഈ പരീക്ഷണങ്ങളിൽ നല്ല പരിഹാരം അല്ലാഹുവിൽ പ്രതീക്ഷയോടെ അല്ലാഹുവിലേക്ക് തിരിയുന്നു. മൂസാ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതാണ്, ഇതിനുള്ള പരിഹാരമാണ് നിങ്ങളുടെ വീടുകളെ നിങ്ങളുടെ പള്ളികളാണ്. നിങ്ങളുടെ വീടുകളെ പള്ളികളാണ്. അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് അല്ലാഹുവിലേക്ക് തിരിയും. വസ്തഈനു ബില്ലാഹ്. وقال موسى لقومه استعينوا بالله واصبروا. മൂസ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ കടുത്ത ഹാലാത്തുകൾ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ ഇന്ന് നിരാശപ്പെടരുത്. അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കണം. അല്ലാഹുവിൽ ഉറപ്പ് വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് സഹായം ചോദിക്കും. ക്ഷമിക്കും. വസ്തഈനു ബില്ലാഹ്. അല്ലാഹുവിന്റെ സഹായം ചോദിക്കും. ഓരോ നബിമാർക്കും പല അവസ്ഥകളും വന്നു. സമയത്ത് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങിയിട്ട് അവരുടെ യഖീൻ, അവരുടെ പ്രതീക്ഷ അടിസ്ഥാനമാക്കി എത്രത്തോളം അല്ലാഹുവിൽ യഖീനുണ്ടായോ, അല്ലാഹുവിൽ ഉറപ്പുണ്ടായോ, അല്ലാഹു തആല സമൂഹത്തെ സഹായിച്ചു. ബദറിന്റെ ദിവസം സഹാബാക്കൾ വലിയ കടുത്ത ഹാലാത്തായിരുന്നു. വെള്ളം കുടിക്കാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ അല്ലാഹുവിനെ ദുആയിലായി കഴിഞ്ഞു. രാത്രി അല്ലാഹു മഴ പെയ്യിച്ചു. മഴ പെയ്ത സഹാബാക്കളുടെ കിണറുകൾ നിറഞ്ഞു. എന്നാൽ അതേ മഴ കാരണമായി ശത്രുക്കളുടെ സ്ഥലങ്ങൾ ചെളികൊണ്ടതായി മാറി. ഒരേ വസ്തുവിലൂടെ മുനിങ്ങൾക്ക് സഹായം, ശത്രുക്കൾക്ക് വലിയ കടുത്ത പരീക്ഷണമായി. അല്ലാഹു പ്രതീക്ഷ വെച്ചു. അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. രാത്രി മുഴുവൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരുന്നു, ഇബാദത്തിലായിരുന്നു, ദുആയിലായിരുന്നു. അവസ്ഥ അല്ലാഹു തആല തന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രക്ക് കത്തെഴുതി. ഇസ്ര അന്നത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇസ്രയുടെ കീഴിൽ തന്നെ പല ഇസ്രകളുണ്ട്, വലിയ ശക്തികളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി അല്ലാഹുവിലേക്ക്, ദീനിലേക്ക് ആവർത്തിച്ചിരുന്നു. കത്തിന്റെ രീതിയിൽ തങ്ങളുടെ പേര് ആദ്യം മുകളിൽ എഴുതി, ഇസ്രയുടെ പേര് താഴെ എഴുതി. ഇതിൽ ഇസ്രയെ അങ്ങേയറ്റം രോഷാവില്ല. എൻ്റെ
അടിമകളുടെ അടിമ അഥവാ കിസ്രയുടെ കീഴിലുള്ള പ്രദേശങ്ങളുടെ പ്രദേശം. അവന്റെ പേര് നൗദുബില്ല മുകളിലും എൻ്റെ പേര് താഴെയും. യമനിലെ അവന്റെ കീഴിലുള്ള കിസ്രയെ കത്തെഴുതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചുകൊണ്ടുപോയി. യമനിലെ രാജാവ് രണ്ടാളുകളായി വെറും രണ്ടാളുകളാണ് മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചുകൊണ്ടുവരാൻ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തങ്ങൾ ചോദിച്ചു, ആരാണ്? മുഖമെല്ലാം താടിയെല്ലാം വെളിച്ച അവസ്ഥയിലാണ്. നിങ്ങളോട് ആരാണിത് കൽപ്പിച്ചത്? ഞങ്ങളുടെ നേതാവ് കൽപ്പിച്ചത്. എന്നാൽ എൻ്റെ ഉടമസ്ഥനായ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് താടിയെ നീക്കി വയ്ക്കാൻ വേണ്ടി. നിങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങളുടെ കിസ്ര നിങ്ങളെ കൊണ്ട് വരാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുക. നിങ്ങൾ ചെയ്ത ഈ അക്രമത്തിന് പ്രതികാരമെടുക്കാൻ അതാണ് കൂട്ടത്തിൽ വരും. ഇന്നത്തെ അവസ്ഥയിൽ അറബികൾ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുമില്ലാത്തവരാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നാളെ പ്രഭാതത്തിൽ പറയാം, മറുപടി പറയാം. പ്രഭാതമായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ റബ്ബ് നിങ്ങളുടെ റബ്ബിനെ കൊന്നുകളഞ്ഞു. നിങ്ങളുടെ ഉടമസ്ഥനെ എൻ്റെ റബ്ബ് കൊന്നുകളഞ്ഞു. അവസ്ഥകൾ അടുത്തടുത്ത അവസ്ഥകൾ വന്നു. രാത്രി തങ്ങൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. പ്രഭാതത്തിൽ പരിഹാരങ്ങൾ. നബിമാർ അവരുടെ ജീവിതത്തിൽ പല അവസ്ഥകളും വന്നു, പല ശത്രുതയും വന്നു. അതിനെ അവർ പരിഹാരം കണ്ടത് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ യഖീൻ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരമാണ്. അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങുന്ന യഖീനിന്റെ അളവനുസരിച്ച്, ഹൃദയത്തിലുള്ള അള്ളാഹുവിന്റെ പ്രതീക്ഷ അളവനുസരിച്ച്. പ്രതീക്ഷ വെക്കാൻ അർഹൻ അള്ളാഹു മാത്രമാണ്. കാരണം അവൻ എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാണ്, എല്ലാ ഹാലാത്തിന്റെയും ഉടമസ്ഥനാണ്. അള്ളാഹുവിൽ മാത്രമാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം അവസ്ഥകൾ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു അനുകൂലമായാൽ അവന്റെ അവസ്ഥകൾ അനുകൂലമാണ്. അള്ളാഹു പ്രതികൂലമായാൽ അവസ്ഥകൾ പ്രതികൂലമാണ്. ഇതെല്ലാം കൈകളിലുണ്ടെങ്കിൽ പറയുമായിരുന്നു, ദുനിയാവിലുള്ള ശകൽ ഓരോ വസ്തുക്കളുടെയും അവസ്ഥ, അതിൻ്റെ ഉപമ ഒരു കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ 100 കഷ്ണം കണ്ണാടി കഷ്ണങ്ങൾ വെച്ചതുപോലെ അതിലൊരു പക്ഷി പ്രവേശിച്ചാൽ ആ കണ്ണാടിയുടെ കഷ്ണങ്ങളിൽ ഓരോന്നിലും ഒരു പക്ഷിയെ കാണാൻ സാധിക്കും. 100 ഷെക്കിലുകൾ കാണാൻ സാധിക്കും. ഈ മുഴുവൻ ഷെക്കിലുകളെയും അനുകൂലമാക്കാൻ തന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള വഴി അതിൽ പ്രവേശിച്ചിരിക്കുന്ന യഥാർത്ഥമായ പക്ഷിയെ തന്റെ കൈകൊണ്ട് പിടിക്കണം. ഇതുപോലെ ദുനിയാവിൽ കാണുന്ന പല പല അവസ്ഥകൾ, അവന്റെ കച്ചവടം, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അനുകൂലമാക്കിയെടുക്കാനുള്ള വഴി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന യഥാർത്ഥമായ അള്ളാഹുവിനെ തന്റെ കരങ്ങളിൽ അള്ളാഹുവിനെ സ്വന്തമാക്കുക. മുഴുവൻ അവസ്ഥയും അനുകൂലമാണ്. സഹാബാക്കളുടെ ജീവിതങ്ങൾ പല അവസ്ഥകൾ ഹാലാത്തുകൾ വന്നു. അവർക്ക് അനുകൂലമായിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞപ്പെടും. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു ഒരവസ്ഥ അനുകൂലമാണ്. അലാഇ ബിൻ ഹളറമി റളിയല്ലാഹു തആല ജമാഅത്ത് ഒരു നാട്ടിലെത്തി. ദൂരത്തുനിന്ന് യാത്ര പോകുന്നില്ലേ, ജില്ലക്കാരെ കോട്ടയം ജില്ലക്കാരെ ആണെങ്കിൽ നോക്കം വരുന്നുണ്ട്. ചായ കുടിച്ചു വരുന്നത് ഈ ഫ്രണ്ടിലേക്ക് കാര്യമാണ്. നമ്മൾ പറഞ്ഞു ജമാഅത്ത് നാട്ടിൽ ജുമാ ദിവസമായിരുന്നു. സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ കുളിക്കാനുള്ള വെള്ളത്തിന്റെ ഏർപ്പാടില്ല, കുടിക്കാനുള്ള വെള്ളത്തിന്റെ ഏർപ്പാടില്ല, വലിയ പ്രയാസത്തിന്റെ അവസ്ഥയായി. എന്ത് ചെയ്യും? ഞങ്ങളുടെ ജമാഅത്തിന്റെ അമീർ അലാൽ ബിൻ ഹദറമി റളിയല്ലാഹു തആല ഖുതുബ നടത്തി. ഖുതുബയിൽ ദുആ ചെയ്തു. സഹാബാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കൈ മുഖത്തേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മഴ പെയ്യിച്ചു. ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ വെള്ളം കുടിച്ചു, ദാഹം ശമിച്ചു, ഞങ്ങളുടെ എല്ലാ അവസ്ഥയും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ എത്രത്തോളം ഉണ്ടോ അല്ലാഹു തആല അവന്റെ സഹായം വിളിക്കുന്നു. സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു നദിയുടെ മുന്നിലെത്തി. മുന്നോട്ട് യാത്ര ചെയ്യണം, ഒരു മാർഗവുമില്ല. ശത്രുക്കൾ യാത്ര ചെയ്യാനുള്ള അങ്ങോട്ട് കടക്കാരെല്ലാം മാർഗം നശിപ്പിച്ചു കിടക്കും. അലാഇ ബിൻ ഹദറമി റളിയല്ലാഹു തആല ദുആ
ചെയ്തു, യാ അലി, യാ അദീം, യാ ഹലീം, യാ കരീം തുടങ്ങുന്ന വചനങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തു നദിയിലേക്ക് പ്രവേശിച്ചു സഹാബാക്കൾ. അവസ്ഥകൾ, ഹാലാത്തുകൾ ഇത് ദുനിയാവിൽ വന്നുകൊണ്ടേയിരിക്കും. ദുനിയാവ് ഹാലാത്തിന്റെ അവസ്ഥകളുടെ സ്ഥലമാണ്, പരീക്ഷണത്തിന്റെ സ്ഥലമാണ്. പല പല അവസ്ഥകൾ വരും. ഇതിനെല്ലാത്തിനും പരിഹാരം ആദ്യം ഉണ്ടായിട്ടുള്ള യഖീനാണ്, അല്ലാഹുവിൽ പ്രതീക്ഷ വയ്ക്കുക. അല്ലാഹു തആല അവൻ ഒന്നിലേക്കും ആവശ്യക്കാരല്ല, നേരിട്ട് വസ്തുക്കളെ അവനാണ് നിയന്ത്രിക്കുന്നത്. മഴ ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാട് ചെയ്തു. ഓരോന്നിനെയും ഉത്തരവാദിത്തം മലക്കുകളെ ഏൽപ്പിച്ചു. മഴയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, കാറ്റിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. പക്ഷെ അല്ലാഹു തആലയ്ക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ ഈ മലക്കുകൾ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വസ്തുക്കൾ അവൻ കൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവൻ മലക്കുകളെ കൊണ്ടല്ല മഴയിറക്കി, നേരിട്ട് മഴയുടെ അല്ലാഹു തആല കൽപ്പിച്ചു. മഴ പുറപ്പെട്ടു. മഴ വിപരീതമായ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു. അടുപ്പിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അല്ലാഹുവിന് മലക്കിന്റെ ആവശ്യമൊന്നുമില്ല. കാറ്റിനെ നിയന്ത്രിക്കുന്ന മലക്കുകളുണ്ട്. പക്ഷേ സമൂത് ഗോത്രത്തെ അല്ലാഹു തആല കാറ്റ് നേരിട്ട് കാറ്റ് അല്ലാഹു തആല കൽപ്പിച്ചു. ഒരു മലക്കിന്റെയും ആവശ്യമില്ല. ഒരാളെ മരിപ്പിക്കാൻ അല്ലാഹുവിന്റെ അസ്റായിന്റെയും ആവശ്യമില്ല. നേരിട്ട് കഴിവുള്ളവൻ ഒരു കുതിരത്തിന് ബാക്കിയാണ്. ആ ലക്ഷക്കണക്കിന് അസ്റായി പരിശ്രമിച്ചാലും അല്ലാഹു ഒരാളെ മരിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ മരിപ്പിക്കാൻ സാധിക്കും. മുഴുവൻ നിയന്ത്രണം, മുഴുവൻ വസ്തുക്കളുടെ ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവരുടെ ഹൃദയത്തിൽ യഖീൻ, അല്ലാഹുവിനുള്ള ഉറപ്പ് വരണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്റെ അല്ലാഹുവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവരാണ് എനിക്ക് നല്ല അവസ്ഥ നൽകുന്നത്, അവരാണ് അവസ്ഥകളെ മോശമാക്കുന്നത്. നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ അമാനത്തിനെ, ദീൻ എന്ന അമാനത്തിനെ പൂർത്തിയാക്കിയ അമ്പിയാക്കൾ അവരുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിരുന്നു അല്ലാഹുവിന്റെ യഖീൻ. യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ തരുന്ന നന്മ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു. അവർ അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്തത്. ഈ അമാനത്തിനെ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. വേറെ ഒരു ലക്ഷ്യം മുന്നിൽ ഉണ്ടായിരുന്നില്ല. ദീന്റെ പരിശ്രമത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ആകെ ലക്ഷ്യം അല്ലാഹു മാത്രമായിരുന്നു. മനുഷ്യന്റെ കൂട്ടത്തിൽ നഫ്സുമുണ്ട്, ശൈത്താൻ ഏത് സമയത്തും അവന് മികക്കാൻ സാധ്യതയില്ല. നന്മയുടെ വഴിയിൽ ഏറ്റവും തടസ്സമാണ് സ്വന്തം നഫ്സും ശൈത്താനുമാണ്. നന്മയുടെ വഴിയിലാണ് നഫ്സ് തടസ്സമാണ്. ദുനിയാവിന്റെ വഴിയിൽ, പാപങ്ങളുടെ വഴിയിൽ അവന് ധാരാളം സഹായികളാണ്. നഫ്സ് അവന്റെ സഹായിയാണ്, ശൈത്താൻ സഹായിയാണ്, മോശമായ കൂട്ടുകാർ സഹായിയാണ്. എന്നാൽ ഹക്കിന്റെ നന്മയുടെ വഴി ധാരാളം തടസ്സങ്ങൾ, ശത്രുക്കളുണ്ടാകും. അവന് നഫ്സ് ശത്രുവായിരിക്കും, ശൈത്താൻ ശത്രുവായിരിക്കും. ഇത് രണ്ടും മികക്കാൻ സാധ്യതയില്ല. താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അൽഹിംനി റുശ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. അല്ലാഹുവേ, എന്നോട് ഞാൻ റുശ്ദിനെ, സന്മാർഗ്ഗത്തെ ചോദിക്കുന്നു. പക്ഷേ സന്മാർഗ്ഗത്തിൽ സഞ്ചരിക്കാൻ ഏറ്റവും വലിയ ശത്രുവും തടസ്സവും എന്റെ നഫ്സാണ്. അതുകൊണ്ട് വഅഇദ്നി മിൻ ശർരി നഫ്സി, നഫ്സിന്റെ ശർറിൽ നിന്നെ കാക്കണം. എല്ലാവരും കൂടെ നഫ്സ് പറയാറുണ്ട്. ദീന്റെ പരിശ്രമത്തിൽ അതുകൊണ്ട് നഫ്സാനിയത്ത് കടന്നു വന്നാൽ അവന്റെ പരിശ്രമത്തിൽ പാഴായി. ഇതുപോലെ സംസം വെള്ളത്തിൽ ഒരൽപ്പം നജസ് വീണതുപോലെ. വെള്ളം വളരെ പരിശുദ്ധമാണ്, എല്ലാ ലോകത്തിനും ശിഫയാണ്. എന്താഗ്രഹിക്കുന്ന ആഗ്രഹം പൂർത്തിയാക്കുന്ന സംസം. പക്ഷെ അതിലൽപ്പം നജസ് വീണാൽ ആ വെള്ളം പിന്നെ പ്രയോജനപ്പെടുന്നില്ല. ഇതുപോലെയാണ് ദീന്റെ പരിശ്രമത്തിൽ നഫ്സാനിയത്ത് വന്നാൽ, നഫ്സാനിയത്ത് മികച്ചാൽ പിന്നെ പരിശ്രമം ചെയ്താൽ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പരിശ്രമത്തിൽ പൂർണ്ണമായി ഇലാഹിയത്താണ് ആവശ്യം. അല്ലാഹുവിന് വേണ്ടി ആരിലും വരാം, നഷ്ടപ്പെട്ടു പോകാം ഏത് സമയത്ത്. റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയുടെ വഴിയരികിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വിറകിട്ട് ചുമന്നുകൊണ്ട് പോയി. ഉമർ റളിയല്ലാഹു തആല അടിമസ്ലയിൽ ആ വിറകിട്ട് വാങ്ങിച്ച് തലയിൽ വെച്ചു. എന്നിട്ട് മദീനയുടെ വഴിയിലൂടെ ഉമർ റളിയല്ലാഹു തആല നടക്കാൻ തുടങ്ങി. ജനങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? ഖലീഫയാണ്, ഭരണാധികാരിയാണ്, എന്തിനാണ് താങ്കൾ ചോദിച്ചത്? എന്റെ ചിന്ത വന്നു എൻ്റെ ഉള്ളിൽ.
ഉമറിന്റെ കഴിവ് കൊണ്ടാണ് ഇസ്ലാം ഈ പ്രചരിക്കുന്നതും ഈ മദീനയിൽ ഇത്രയെല്ലാം മുസ്ലിമുകൾക്ക് ഇത്രയെല്ലാം ഉയർച്ചയുണ്ടായി, വിജയമുണ്ടായി. ഉള്ളിലും വരാം. ഉമർ റളിയല്ലാഹു തആല എത്ര ശക്തനാണ്, എത്ര ധീരനാണ്, എത്ര ധീരമായ തീരുമാനമെടുക്കുന്ന സഹാബിയാണ്. പക്ഷെ അദ്ദേഹം തന്റെ ഉള്ളിൽ ചിന്ത വന്നു. ചിന്ത വരിക എന്നത് മോശമല്ല, പക്ഷെ അതനുസരിച്ച് ജീവിക്കാനുള്ളത് മോശമല്ല. ഉമർ റളിയല്ലാഹു മനസ്സിലാക്കി, ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ് ഇസ്ലാമിൽ പ്രചരിച്ചത്, മുസ്ലിമുകൾക്ക് വിജയമുണ്ടായി. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ഞാൻ ധാരാളം ജനങ്ങളെ കണ്ടു, അവർ ദുനിയാവിന്റെ ഭക്ഷണത്തിൽ സുഹൃത്ത് കാണിക്കും, വിരക്തി കാണിക്കുന്നു, വസ്ത്രത്തിൽ വിരക്തി കാണിക്കുന്നു, ബാഹ്യമായ വസ്തുക്കൾ സമ്പത്തിൽ വിരക്തിയുള്ളവരെ ധാരാളം ഞാൻ കണ്ടു. അതിനോട് താല്പര്യമില്ലാത്തവർ, സമ്പത്തിനോട് താല്പര്യമില്ലാത്തവർ, വസ്ത്രത്തോട് താല്പര്യമില്ലാത്തവർ, ഭക്ഷണത്തിൽ താല്പര്യമില്ല, ദുനിയാവിന്റെ വസ്തുക്കളോട് താല്പര്യമില്ലാത്ത വിരക്തിയുള്ളവരെ ഞാൻ, സാഹിത്യങ്ങളെ സുഹൃത്തുള്ളവരെ ധാരാളം ഞാൻ കണ്ടു. പക്ഷേ പ്രസിദ്ധിയോട് സുഹൃത്തുള്ളവരെ, വിരക്തിയുള്ളവരെ വളരെ കുറച്ച് കണ്ടു. അധികപ്പെട്ട മനസ്സിൽ ഞാൻ പ്രശസ്തനാകണം, എന്നെ ജനങ്ങൾ അറിയണം, ഇതെല്ലാവരും ഉള്ളിൽ വരുന്നു. അത് അധികം വരുന്നത് ദീനിന്റെ വഴിയിൽ കൂടി, ദീനിന്റെ കാര്യങ്ങൾ ചെയ്താൽ വരുന്നു. നമ്മുടെ ദീനിന്റെ പരിശ്രമത്തിൽ ഈ അമാനത്ത് പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ഉണ്ടായിത്തന്നെ പ്രധാനപ്പെട്ട കാര്യമില്ലാതെ അല്ലാഹുവിന്റെയുമാണ്. അങ്ങനെയുള്ള അമലിനായി ജീവന ശക്തിയുള്ളത്, വിലയുള്ളത്, ഭാരമുണ്ട്. ഒരു ഷേഖിനെ കുറിച്ച്, ഒരു ആലിമിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഷേഖിനെ, എന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഉസ്താദിനടുക്കൽ പോകുമ്പോൾ എന്തെങ്കിലും ഹദിയ കൊടുക്കണം, ജനങ്ങൾ സ്ഥാനം പോകുമ്പോൾ ഹദിയ കൊടുക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം ആ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോകാനില്ല. അദ്ദേഹം അവസാനം നിഷ്കളങ്കമായി അദ്ദേഹം കുറച്ച് വിറകുകൾ കെട്ടി ശേഖരിച്ചു. ഒരു വിലയില്ലാത്ത ആ വിറകുകെട്ടുമായി ഉസ്താദിനെ കാണാൻ വേണ്ടി ഉസ്താദിനോട് പറഞ്ഞാൽ ഒന്നും കൊണ്ടുവരാനില്ല, അതിന്റെ പേര് കുറച്ച് വിറക് കെട്ടി അദ്ദേഹം കൊണ്ടുവരുന്നു. ഷെയ്ഖ് തന്റെ ശിഷ്യയോട് പറഞ്ഞു, ആ വിറക് സൂക്ഷിച്ചു വെക്കണം, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം ചൂടാക്കേണ്ടത് വിറകുണ്ടായിരുന്നു. അതിന്റെ ഖിലാസിനെ കൊണ്ടു ഇതിന് വലിയ പ്രതിഫലനം. ചെറിയ ആമരാണെങ്കിൽ ചെറിയ പരിശ്രമവും അത് ഭാരമുള്ളതാകുന്നത് അതിലെ ഖിലാസിന്റെ അളവനുസരിച്ച് അല്ലാഹുവിന് വേണ്ടി ആകുന്നത്. ഇല്ലെങ്കിൽ അത് കാലിയാണ്. ബാഹ്യമായി നോക്കുമ്പോൾ അമലാണ്, പരിശ്രമമാണ്, ത്യാഗമാണ്, പക്ഷേ അതിന്റെ ഉള്ളിലൊന്നുമില്ല. അങ്ങനെയുള്ള പരിശ്രമം കൊണ്ട് ലോകത്ത് നടക്കുക. വിലകയിൽ റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ഇതുപോലെയാണ് യാത്രയിൽ ഒരു സഞ്ചി നിറയെ, തന്റെ ബാഗ് നിറയെ മണ്ണുവാരി നിറച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യനെ പോലെ. ഒരാൾ യാത്രയിൽ കുറെ മണ്ണുവാരി നിറച്ച് യാത്ര ചെയ്യും. എന്താണ് പ്രയോജനം? ഭാരം ചുമക്കണം, വേറെ പ്രയോജനവുമില്ല. പ്രയോജനം ലഭിക്കുകയില്ല, ഭാരം ചുമക്കുകയും ചെയ്യും. അല്ലാഹുവിന് വേണ്ടി അല്ല എങ്കിൽ അവന്റെ പരിശ്രമങ്ങൾ, അവന്റെ അമലുകൾ ഒരു ത്യാഗം മാത്രമായി മാറും. അല്ലാഹുവിന് നമ്മൾ ലഭിക്കുകയും ഒന്ന് അല്ലാഹു ലഭിക്കുക. വലിയൊരു മഹാനായിരുന്നു വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. ഒരിക്കൽ ഞാൻ പ്രസിദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്ത് ത്വാഹ ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയുള്ള സൂറത്ത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അടുത്തുകൂടി കടന്നുപോയി. അപ്പൊ ഞാൻ എന്റെ ഓതലിനെ കുറിച്ച് ഭംഗിയാണ്. ഞാൻ ഓതുന്ന ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ, ശബ്ദത്തിൽ നല്ല ഭംഗിയാക്കി ഞാൻ ഓതി. അദ്ദേഹം പറഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹ ഞാൻ സ്വപ്നത്തിൽ ലിപികൾ കൊണ്ടെങ്കിൽ ഞാൻ ഈ ഉറക്കത്തിൽ അതിൽ ഓതിപ്പോകും. അങ്ങനെ ഓതിപ്പോകുന്നതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 ആയത്തുകൾ കാണാനില്ല. പിന്നെ ബാക്കി ആയത്തുകൾ സ്വപ്നത്തിൽ എഴുതപ്പെട്ടു. ഞാൻ ഉറക്കം ഉണർന്നു, ചിന്തിച്ചു എന്താണ് സ്വപ്നം ഇങ്ങനെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ആ ആയത്തുകൾ ഓതിയപ്പോഴാണ് എൻ്റെ അടുത്തുകൂടെ കടന്നുപോയത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തെ കേൾപ്പിക്കണമെന്ന ചിന്തയെക്കുറിച്ച് ഭംഗിയാക്കി. അതെനിക്ക് കാര്യമായി. ആ ഓതി ഞാൻ പക്ഷേ എൻ്റെ ഗ്രന്ഥത്തിലൊന്നും ഇല്ല, അത് വെറുതെയായി മനസ്സിലാക്കി. ദൂരം ആകലുകൾ, ഇതിന്റെ പരിശ്രമങ്ങൾ മനസ്സിലെന്നാണ് ഹൃദയത്തിൽ ലില്ലാഹി നഷ്ടപ്പെട്ടു പോയി. അമലുകൾ ഭൂമിയിൽ നോക്കുമ്പോൾ എണ്ണത്തിലുണ്ടാകും, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലൊന്നും ഉണ്ടാവുകയില്ല. ദീന്റെ പരിശ്രമത്തിൽ, ദീന്റെ വഴികളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈത്താൻ നമ്മുടെ അമലുകൾ പാഴാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീയത്തിനില്ലാതെ
നീയത്തില്ലെങ്കിൽ പിന്നെ ഒരു ആദത്താണ്, അതിന് പ്രതിഫലമൊന്നുമില്ല. നീയത്തുണ്ടാകുമ്പോഴാണ് ഇബാദത്തായി മാറുന്നത്. നീയത്തുള്ള കാര്യം ഇബാദത്താണ്, നീയത്തില്ലാത്തത് ആദത്താണ്. ആദത്ത് മനുഷ്യന് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാം, അതിനെല്ലാം പ്രതിഫലമില്ല. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. എല്ലാ സമയവും ദീനിൽ പരിശ്രമം ചെയ്യുന്ന വ്യക്തി തന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കും. നന്നാകുന്ന വഴികൾ ചീത്തയാകാൻ ധാരാളം വഴികളുണ്ട്. മനുഷ്യൻ നന്നാകുന്ന വഴിയിൽ തന്നെ മനുഷ്യൻ മോശമാകുന്ന ധാരാളം വഴികളുണ്ട്. ഖുർആൻ ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്, പക്ഷെ അതേ ഗ്രന്ഥം തന്നെ എത്രയോ മനുഷ്യരുടെ ധലാലത്തിന് കാരണമാണ്. ഉദാഹരണം മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറകിൽ കുറച്ച് ആളുകൾ നടന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ പുറകിൽ നടക്കും? അത് തടഞ്ഞു. ഇതിൽ ആവശ്യമുള്ളതില്ല, ആവശ്യമില്ല. ഇതുപോലെ വേണ്ട, ഇത് മനുഷ്യനെ മോശമാക്കുന്ന കാര്യമാണ്. ഒരാളുടെ പുറകിൽ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ച് നടക്കുക നല്ലത്. ഒരാളെ മോശമാക്കാൻ സാധ്യതയാണ്. മുൻഗാമികൾ സഹാബാക്കൾ അവരെ കുറിച്ച് ചിന്തയിലായിരുന്നു, അപകടങ്ങളെ കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. ഒരു പരിശ്രമം ചെയ്തവർ മാത്രമായിരുന്നില്ല, അവരുടെ അപകടം കുറിച്ച് ചിന്തിച്ചു, അപകടം വന്ന വഴിയെ കുറിച്ച് ചിന്തിച്ചു. വളരെ നഷ്ടപ്പെടുത്താനുള്ള ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം വലിയ നസീഹത്ത് നടത്തി. ജനങ്ങൾക്ക് ആ നസീഹത്ത് ഇഷ്ടപ്പെട്ടു. വളരെ ആഴത്തിലുള്ള നസീഹത്തായി. നസീഹത്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ബഹുമാനത്തിൽ ആദരവിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ മുസാഫ ചെയ്ത് ചുംബിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഇത് എനിക്ക് വലിയ അപകടമാണ്. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ശിഷ്യനോട് ഒരു വാക്ക് പറഞ്ഞു, വളരെ മോശം ഒരു വാക്ക്. ഈ വാക്ക് കണ്ടപ്പോൾ വന്നവരെല്ലാം പിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് വേണ്ടിയാണ്, തന്നെ സൂക്ഷിക്കാൻ വേണ്ടി. ഉയർച്ചയുടെ വഴിയിൽ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അപകടത്തിന്റെ വഴിയാണ് സഞ്ചരിക്കുന്നത്, ഉയർച്ചയിലാണ് നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഈ പരിശ്രമത്തിന്റെ അമാനത്ത് പൂർത്തിയാകാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ അമാനത്ത് പൂർത്തിയാക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്നത് ഇഖ്ലാസിന്റെ അളവ് നോക്കി. എത്രത്തോളം ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ അവരാണ് അല്ലാഹു ഈ അമാനത്ത് പൂർത്തിയാക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ഇഖ്ലാസിന്റെ ഏറ്റവും വലിയ അടയാളം ഒറ്റക്കാണെങ്കിൽ ഉത്തരവാദിത്വം പൂർത്തിയാക്കും. അതിന് കൂട്ടത്തിൽ ആരുടെയും ആവശ്യമില്ല. അവൻ ചെയ്യുന്ന അല്ലാഹുവിന് വേണ്ടി. അവനെ കൂടെ സഹായിക്കില്ല, അവനെ കേൾക്കാൻ ആരുമില്ല, അവന്റെ പരിശ്രമം കാണാൻ ആരുമില്ല, അവനെ അറിയാൻ ആരുമില്ല. ഒറ്റക്കാണെങ്കിൽ പോലും മുഖ്ലിസ് ഒറ്റക്കാണെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ അല്ലാഹുവിനോട് പരിശ്രമിക്കും. ഇസ്മായിൽ ഷഹീദ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് മഹാനാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പോയി വലിയ വലിയ നസീഹത്തുകൾ നടത്തുമായിരുന്നു. ജനങ്ങൾ അല്ലാഹുവിലേക്ക് തിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേട്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി തൗബ ചെയ്യുമായിരുന്നു. ഓരോ സദസ്സിലും ധാരാളം ജനങ്ങൾ തൗബ ചെയ്യുമായിരുന്നു. വലിയ മഹാനായിരുന്നു, വലിയ ശക്തിയുള്ള സംസാരമായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം ജനങ്ങൾക്ക് നസീഹത്ത് നടത്തി. നസീഹത്തെല്ലാം കഴിഞ്ഞു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ഓടി വരുന്നു, ഒരു ഗ്രാമീണനായ മനുഷ്യൻ. അദ്ദേഹം വന്ന് ചോദിച്ചു, മൗലവി ഇസ്മായിലിന്റെ പ്രസംഗം കഴിഞ്ഞു, നസീഹത്ത് കഴിഞ്ഞു, എന്താണ് എവിടെ വരികയാണ്? ഞാൻ ഇത്ര ദൂരെ സ്ഥലത്ത് വരികയാണ്, അദ്ദേഹം നസീഹത്ത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അവസാനിച്ചു. മൗലവി ഇസ്മായിൽ ഞാൻ തന്നെയാണ്, നീ ഇരിക്കും. എത്ര സമയം ആ സദസ്സ് സംസാരിച്ചു അത്രയും കാര്യങ്ങൾ ഇവരെ ഒറ്റയ്ക്ക് സംസാരിച്ചു. ഇതാണ് മുഖ്ലിസ്. ആളുകൾക്കിടയിൽ പരിശ്രമിക്കും, ഒറ്റയ്ക്ക് പരിശ്രമിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മനുഷ്യൻ അമൽ ചെയ്യുന്നതിന് ചില അടയാളങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് റിയാഇന്റെ ലോകമാന്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ അടയാളമാണ്. അവൻ ഒറ്റക്കാണെങ്കിൽ മടിയനായി, ആരുമില്ല, ഒറ്റക്കായി പോയി. അവന്റെ കൂട്ടത്തിൽ, അവന്റെ ഹൽക്കയിൽ, അവന്റെ ബസ്സുവാറിൽ, അല്ലെങ്കിൽ അവന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റക്കായി. ആളുകൾ കൂടുതൽ പരിശ്രമിക്കുന്നു, ആളില്ല, ഒറ്റക്കായി. അല്ലെങ്കിൽ തന്റെ ഏരിയയിൽ, തന്റെ നാട്ടിൽ ഒറ്റക്കാകുമ്പോൾ അമൽ ചെയ്യാതിരിക്കുന്നത് ലോകമാനാണ്. മുഖ്ലിസ് എല്ലാ സമയത്തും മറ്റൊരു അടയാളമാണ് അദ്ദേഹം എഴുതി. അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ കൂട്ടത്തിൽ അവൻ എന്തെങ്കിലും അമൽ ചെയ്യുമ്പോൾ പ്രത്യേകമായ സന്തോഷം. ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അതിന്റെ ചിന്തയുടെ അടയാളമാണ്. ആ മനുഷ്യന്റെ കൂട്ടത്തിനിടയിൽ പ്രത്യേകമായ സന്തോഷം, ആളുകൾ ഇല്ലാതാകുമ്പോൾ പ്രത്യേകമായ വിഷമം. മുഖ്ലിസ് എല്ലാ സമയത്തും ഒരേ അവസ്ഥയിലേക്ക് വിഷമത്തിലാണ്. അവിടെ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമാനത്ത്, ദീനിന്റെ അമാനത്ത് പൂർത്തിയാക്കാൻ അല്ലാഹു നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടായിത്തീരേണ്ട ഗുണമാണ് മുഖ്ലിസ് ആകണം. നിഷ്കളങ്കം അല്ലാഹുവിന് വേണ്ടി ചെയ്യണം.
നബിമാർ എല്ലാവരും മുഖ്ലിസീങ്ങളായിരുന്നു, അല്ലാഹുവിനെ ചെയ്തവരായിരുന്നു. അതുപോലെ നമ്മുടെ ശരീരം പരിശുദ്ധമാണ്, ദീൻ പരിശുദ്ധമാണ്, ദീനിന്റെ പരിശ്രമം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധമായ പരിശ്രമത്തിന് വേണ്ടി അല്ലാഹു ഉപയോഗിക്കുന്നത് പരിശുദ്ധമായ ശരീരങ്ങളെ അല്ലാഹു ഇഷ്ടമുള്ളവരെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുതതഹ്ഹിരീൻ, പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവർ, പരിശുദ്ധിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ ശുദ്ധിയാണ്, അതോടൊപ്പം ആന്തരികമായ ശുദ്ധി. അതേ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീന്റെ പരിശ്രമത്തിൽ അല്ലാഹു അവരെ അടിമേൽപ്പിക്കുന്നത് അവൻ ആന്തരികമായി പരിശുദ്ധനാക്കുമ്പോഴാണ്. മനുഷ്യന്റെ പരിശുദ്ധിയെ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഹറാമുകളാണ്, പാപങ്ങളാണ്. ഹറാമായ വ്യക്തി അവന്റെ ശരീരം മുഴുവൻ നജസായി, പരിശുദ്ധിയായി. അല്ലാഹു ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ഒന്നാമന്റെ അല്ലാഹു തടഞ്ഞ ഹറാമുകൾ, മറ്റു നാം കഴിക്കുന്ന ഭക്ഷണം ഹറാം, ഇതിൽ നിന്ന് പരിശുദ്ധിയെ പ്രാപിക്കണം. അടുത്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, അവർക്കെല്ലാം വലിയ പരീക്ഷണങ്ങൾ കൈവശിച്ചു, അതെല്ലാം വിജയിച്ചു, ഹറാമുകൾ സൂക്ഷിച്ചു. സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല പറയുന്നു, മുഴുവൻ നബിമാരെ പിറകിൽ ശൈത്താൻ ഉപയോഗിച്ച വലിയൊരു വഴിയാണ് സ്ത്രീകളെന്നത്. മുഴുവൻ നബിമാരെ പിറകിൽ പരിശ്രമിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ ഫദ്ലുകൊണ്ട് എല്ലാ നബിമാരും രക്ഷപ്പെട്ടു, അസൂമികളാണ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ വഴിയിൽ ആരെല്ലാം പരിശ്രമിക്കുന്നു അവർക്ക് ഖിയാമത്ത് നാൾ ഒരു പരിശ്രമം ഉണ്ടാവും. ആരെ കൊണ്ട്? സ്ത്രീകളെ കൊണ്ട്. അല്ലാഹു തആല പരീക്ഷിക്കും, അതിൽ വിജയിക്കണം. ഹറാം തന്റെ കണ്ണിനെ സൂക്ഷിക്കണം, തന്റെ ശരീരത്തെ സൂക്ഷിക്കണം. അഷ്റഫുൽ ഇദാനി റഹ്മത്തുള്ളാഹി തആല ഒരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? ദജ്ജാലിന്റെ കൂട്ടത്തിൽ കുറെ സ്ത്രീകളിൽ വളരെ സംഭവം പറയുന്നു. അതുകൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെടുന്ന ആരാണ്? ദുനിയാവിൽ സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെടും. അതുകൊണ്ട് അല്ലാഹു തആല ഈ പരിശുദ്ധത ഉപയോഗിക്കുന്നത് ഹറാമുകളിൽ നിന്ന് തിന്മയിൽ നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോഴാണ്. ഷെയ്ഖുൽ സക്കീർ റഹ്മത്തുള്ളാഹി തആല അമ്പേറ്റിലിരിക്കുന്നത് എന്റെ തജ്റുബയാണ്, എന്റെ പരിചയമാണ്, എന്റെ അടുക്കൽ വന്ന മുരീദുമാരിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. എപ്പോൾ അവർ എന്റെ ശിഷ്യന്മാർ അവരെ കണ്ണുകളെ സൂക്ഷിക്കാതായോ, ആരെല്ലാം കണ്ണുകളെ സൂക്ഷിക്കാതായോ, അവർ പതിയെ അവർ ഇബാദത്തിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ടു. ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു, പക്ഷെ കണ്ണിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അവർക്ക് ഇബാദത്തിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ടു. ഇബാദത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ബാഹ്യമായ കോലങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കാവ്യത്തിൽ മറ്റൊരു സംഭവം കൂടി എത്തിയിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരണസമയത്ത് തന്റെ കുടുംബക്കാരുടെ കെലി പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ മനുഷ്യൻ മരണസമയത്ത് കിടന്നുകൊണ്ട് പറയുന്നു, എന്റെ നാവിനെ കെലിമ ഭാരമാണ്, പറയാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം സംസാരിക്കാൻ സാധിക്കുന്നു, പക്ഷെ കെലിമ പറയാൻ സാധിക്കുന്നില്ല. അള്ളാഹു സംസാരിപ്പിക്കുന്നില്ല. അള്ളാഹു മഹ്റൂമാക്കിയാൽ ആർക്കും നൽകാൻ സാധിക്കില്ല. അള്ളാഹു ഒരാളെ വഴികേടിലാക്കിയാൽ ലോകത്തിലെ മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും പരിശ്രമിച്ചാൽ എല്ലാവരും നൽകാൻ സാധിക്കും. ശിക്ഷകൾ ചെയ്യുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇപ്പോൾ എന്തുകൊണ്ടാണ് നാവിൽ കെലിമ വരാത്തത്. ഞാൻ കച്ചവടക്കാരനായിരുന്നു, തുണിക്കച്ചവടക്കാരനായിരുന്നു. എന്റെ കടയിൽ ഒരു സ്ത്രീ ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഞാൻ വിൽക്കുന്നതിനിടയിൽ എന്റെ കണ്ണ് ആ സ്ത്രീയുടെ അവളത്തിലേക്ക് പതിച്ചു. ഞാൻ മോശമായ ചിന്തയിൽ ആ സ്ത്രീയുടെ അവളത്തിലേക്ക് പതിച്ചു. എന്റെ മനസ്സിലെനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ആ നോട്ടം എന്റെ കെലിമയെ തടഞ്ഞു. ഹറാം, അത് ശരീരത്തെ പരിശുദ്ധിയിലാണ്. ദീനിന്റെ പരിശ്രമത്തിൽ അല്ലാഹു ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരം പരിശുദ്ധമാകുമ്പോഴാണ്. ഹറാമിൽ നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ സാധിക്കണം. ഒന്ന് പാപങ്ങൾ സൂക്ഷിക്കണം, അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത് ഹറാമിന് പരിശുദ്ധമാകണം. അദ്ദേഹം പറയുന്നു, എന്നെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു, ഞാൻ കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായ ഭക്ഷണം ഹറാമിൽ കലർന്ന ഭക്ഷണമായി. അദ്ദേഹം പറയുന്നു, ആ ഹറാമിൽ കലർന്ന ഭക്ഷണം ഞാൻ കഴിച്ചതിന്റെ പേരിൽ 2 മാസക്കാലം എനിക്ക് എന്റെ ഹൃദയം ഇരുളിലായി. 2 മാസക്കാലം. ആ 2 മാസം എന്റെ ശരീരം എന്നെ തിന്മയിലേക്ക് പാപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഹറാമിലേക്ക് പാപത്തിലേക്ക് ക്ഷണിച്ചു. ഹറാമായ ഭക്ഷണം അകത്ത് പോയാൽ ആ ശരീരം തിന്മയിലേക്ക് വളരെ വേഗത്തിൽ ചിന്തയും മനുഷ്യനെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല.
അള്ളാഹു തആല നമ്മുടെ ശരീരത്തെ അള്ളാഹുവിന്റെ ഈ അമാനത്തിൽ പൂർത്തിയാക്കി ഉപയോഗിക്കണം. അള്ളാഹ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ശരീരം പരിശുദ്ധമാണ്, ഹറാമിൽ നിന്ന് പരിശുദ്ധമാണ്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. അള്ളാഹു തആല അങ്ങനെയുള്ളവരാണ് ലോകത്ത് അള്ളാഹു തആല ദീനിന് വേണ്ടി ഉപയോഗിച്ചു. സയ്യിദ് അഹ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി നമ്മുടെ ഈ രാജ്യത്ത് വലിയ ദീനിയായ വിപ്ലവത്തിന് കാരണക്കാരാണ്. ലോക ജനങ്ങൾ, ഉമ്മത്ത് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ഇസ്ലാമിൽ അകന്നകം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്തു. ആലിമീങ്ങളെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് യാത്ര ചെയ്ത് ഓരോ നാടുകളിൽ പോയി പരിശ്രമിച്ചു. ജനങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ദീനിലേക്ക് മടങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ കൂടി ആ സംഘത്തിന് അള്ളാഹു എത്രയും വലിയ കബൂലിയത്ത് നൽകാനുള്ള കാരണം അവരുടെ ജീവിതങ്ങൾ പൂർണ്ണമായി പരിശുദ്ധമായി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സംഘം സൈന്യം ഒരു നാട്ടിലെത്തി. മറ്റു മതക്കാർ താമസിക്കുന്ന നാട്ടിൽ കുറച്ച് ദിവസങ്ങൾ, കുറെ നാളുകളെ യാത്ര ചെയ്യുന്നതാണ്. ആ നാട്ടിൽ കുറെ ദിവസം താമസിക്കും. ആ നാട്ടിൽ മുസ്ലിമുകൾക്കിടയിൽ പരിശ്രമിക്കും. കുറെ ദിവസം താമസിക്കും. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നാട്ടിലെ അമുസ്ലിമായ സഹോദരൻ ആ സൈന്യത്തിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കണ്ണിന് കാഴ്ചക്കൊരു കുറവുണ്ട്? നിങ്ങൾ പൊതുവെ നിങ്ങൾ വന്നിരിക്കുന്ന ആളുകളില്ലാതെ കാഴ്ച കുറവുള്ളവരാണ്. ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം? ഞാൻ കുറെ ദിവസമായി നിങ്ങളെ ഓരോരുത്തരും വീക്ഷിക്കുന്നു. നിങ്ങൾ മാസങ്ങളെ യാത്ര ചെയ്ത് നാട്ടിലെത്തിയവരാണ്. ഈ നാട്ടിൽ കുറെ ദിവസങ്ങളെ താമസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്നു. ഞാൻ എല്ലാം പൂർണ്ണമായി വീക്ഷിച്ചു. നിങ്ങൾ ഒരാളെ പോലും ഒരു സ്ത്രീയെ നോക്കി ഞാൻ കണ്ടില്ല. ആ ജമാഅത്തിന്റെ സംഘത്തിൽപ്പെട്ട ആൾ പറഞ്ഞു, അതെന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതിന്റെ പേരിലല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നു. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് മുഅ്മിനീങ്ങളുടെ കണ്ണുകളെ താഴ്ത്തിക്കൊണ്ടത്. അള്ളാഹു തആല ദീനിനെ ഉപയോഗിക്കുന്നത് ഹറാമിനെ പരിശുദ്ധമായി ജീവിക്കുക. തന്റെ കണ്ണിനെ സൂക്ഷിച്ചു, തന്റെ നാവിനെ സൂക്ഷിച്ചു. നജസ് പുരണ്ട ശരീരം പരിശുദ്ധമായ ദീനിലേക്കാൻ കാരണമാവുകയും നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കുണ്ടായ ഉയർന്ന ഗുണമായി ഈ അമാനത്തിൽ പൂർത്തിയാക്കാൻ തിരഞ്ഞെടുത്തവർ അവരിലുണ്ടായ ഉയർന്ന ഗുണമായി. അതോടൊപ്പം തന്നെ അല്ലാഹു തആല നബിമാർ, ഈ അമാനത്തിൽ പൂർത്തിയാക്കിയ നബിമാർ അവരിലുണ്ടായ ഉയർന്ന സിഫത്തായിരുന്നു, ഗുണമായിരുന്നു, ഉയർന്ന അഖ്ലാഖ്, ഉയർന്ന സ്വഭാവം. അവരുടെ ഹൃദയം പരിശുദ്ധമായി. എല്ലാവരെ കുറിച്ച് അവരുടെ ഹൃദയം പരിശുദ്ധമായി, നല്ല ചിന്തയുള്ളവരെ. എല്ലാ മനുഷ്യരും നല്ല ചിന്തയോടെ കണ്ടു. ഒരാളെ പോലെ മോശമായ ചിന്തയിൽ കണ്ടില്ല. എത്ര മോശമായ, എത്ര ഉപദ്രവിച്ച മനുഷ്യനെ നല്ല ചിന്തയോടെ കണ്ടു. സഹാബാക്കളുടെ ജീവിതങ്ങൾ കാണാം. അവരെ ദീനിയുടെ അള്ളാഹു എത്രയും വലിയ കബൂലിയത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യും ദീനിന് വേണ്ടി. അള്ളാഹു തആല അതിന് കാരണമാകുന്ന ചില ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ഹൃദയം പരിശുദ്ധമാവുക. അലി റളിയല്ലാഹു അൻഹു സദസ്സിലൊരിക്കൽ തൽഹ റളിയല്ലാഹു അൻഹു മകൻ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപക്ഷത്ത് യുദ്ധഭൂമിയിൽ നിന്ന മുസ്ലിമുകൾക്കിടയിൽ യുദ്ധമുണ്ടായപ്പോൾ മറുപക്ഷത്തുള്ള വ്യക്തിയാണ് തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മകൻ വന്നു. വളരെ ആദരിച്ച് സ്നേഹത്തിന്റെ അടുത്ത് ചേർത്ത് ഒരു വെറുപ്പ് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ നീ മനസ്സിലാക്കുന്നത്, ഞാൻ നിന്റെ പിതാവ് നാളെ സ്വർഗത്തിൽ ഒരുമിച്ചായിരുന്നു. ഹൃദയം പരിശുദ്ധമായിട്ടാണ് ഹൃദയം. മറുവശത്ത് യുദ്ധം ചെയ്തവരാണ്, പക്ഷെ അവരെ കുറിച്ച് നല്ല ചിന്തയായിരുന്നു. ഞാൻ നിന്റെ പിതാവ് നാളെ സ്വർഗത്തിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു സംഘത്തിൽപ്പെട്ട വ്യക്തി സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തു. ആ കൊല ചെയ്ത വാർത്ത അറിയിക്കാൻ വേണ്ടി മറുവശത്ത് നിൽക്കുന്ന സുബൈർ റളിയല്ലാഹു അൻഹു കൊല ചെയ്ത വാർത്ത അറിയിക്കാൻ വേണ്ടി സദസ്സിൽ വന്നു. അലി റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ വളരെ ദേഷ്യപ്പെട്ടു. ആ മനുഷ്യനെതിരെ ബന്ധുവാ ചെയ്തു. സത്യത്തിൽ അലി റളിയല്ലാഹു മറുവശത്തുള്ള സഹാബിയാണ് സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കൊന്നിട്ട് വന്നു. പക്ഷെ അലി ദേഷ്യപ്പെട്ടു. അലി പറഞ്ഞു, ഞാൻ സുബൈർ നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. നാളെ സ്വർഗവാസികൾ അവരുടെ ഹൃദയങ്ങൾ ഹില്ലിൽ നിന്ന് പരിശുദ്ധമായിരിക്കും. അവർ പരസ്പരം സ്നേഹിതന്മാരായിരിക്കും അല്ലാഹു തആല പറയുന്ന സ്വർഗവാസികൾ. അതുപോലെ ഞാനും സുബൈർ നാളെ സ്വർഗത്തിൽ പരസ്പരം സ്നേഹിതന്മാരായിരിക്കും. അവരുടെ ഹൃദയം പരിശുദ്ധമായിരുന്നു. അവർക്കിടയിൽ വ്യത്യാസം, അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടായി, പക്ഷേ ഹൃദയം പരിശുദ്ധമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തെ വളരെ കൂടുതൽ ഉപദ്രവിച്ച ഭരണാധികാരികളാണ്. മുഅത്തസിമില്ല, വളരെ കൂടുതൽ ഉപദ്രവിച്ച ഭരണാധികാരികൾ. മനുഷ്യൻ മരണപ്പെട്ടു പോയി, പെട്ടെന്ന് രോഗം പിടിച്ച് മരണപ്പെട്ടു പോയി.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആലയുടെ ശരീരത്തിലെ ധാരാളം മുറിവേൽപ്പിച്ചു. അദ്ദേഹം ആ മുറിവ് ഏൽപ്പിച്ചുള്ള സ്ഥലത്ത് വേദന എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, അല്ലാഹുവേ മുഅത്തസിന് നീ പുറത്തു കൊടുക്കണേ. എന്നെ ഉപദ്രവിച്ച മനുഷ്യൻ ഹൃദയം വിശാലമായിരുന്നു, എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. ഉപദ്രവിച്ചവരെ നന്മ ആഗ്രഹിച്ചു. എനിക്ക് വേദന വരുമ്പോൾ ശപിക്കുകയല്ലേ ചെയ്തു. അല്ലാഹുവേ മുഅത്തസിന് നീ പുറത്തു കൊടുക്കണമേ. ഇതാണ് ദാഇ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവർ ഒരു ഹൃദയം പരിശുദ്ധമായി. നിങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, ദീനിനോട് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കും, സമ്പത്ത് കൊണ്ടുവരും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി. സഹാബാക്കൾ സമ്പത്തുമായി വന്നു. മദീന പള്ളിയിലേക്ക് സഹാബാക്കളും സാദിഖും സമ്പത്തുമായി വന്നു. ആ കൂട്ടത്തിൽ സഹാബാക്കൾ ഒരു പാവപ്പെട്ട സഹാബി, അദ്ദേഹത്തിന്റെ ഒന്നുമില്ല ചെലവഴിക്കാൻ ദീനിന് വേണ്ടി, വളരെ പാവപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം രാത്രി ചിന്തിച്ച, അല്ലാഹുവേ ജനങ്ങളെല്ലാം ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു, ഞാനാണെങ്കിൽ ഫക്കീറാണ്, ഒന്നും ചെലവഴിക്കാനില്ല, ഞാൻ എന്ത് ചെലവഴിക്കും അല്ലാഹുവേ, ഒന്നും എന്റെ കയ്യിലില്ല. അദ്ദേഹം രാത്രി സ്വന്തം നെസ്സിനെ അല്ലാഹുവിനെ നിർത്തി പറഞ്ഞു, അല്ലാഹുവേ എന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ദീനിന് വേണ്ടി ആരെല്ലാം എന്നെ ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ചോ അവർക്കെല്ലാം ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. എന്റെ കയ്യിൽ ചെലവഴിക്കണമെന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആരെല്ലാം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടോ എന്നെ ചീത്ത വിളിച്ചിട്ടോ ആരെല്ലാം കഷ്ടപ്പെടുത്തിയോ അവർക്കെല്ലാം ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതമായി സഹാബാക്കൾ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് നിങ്ങൾ ആർക്കാണ് അബൂദമ്മനെ പോലെ ആകാൻ സാധിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേര് അബൂദമ്മ. സഹാബാക്കൾ സമ്പത്തെല്ലാം ചെലവഴിച്ചു, പക്ഷേ നബി തങ്ങൾ പുകയ്ക്ക് പറയുന്നത് ഇദ്ദേഹത്തെയാണ്. അദ്ദേഹം ചെലവഴിച്ച ഏറ്റവും വലിയ സദഖ എല്ലാവർക്കും വിട്ടുവീഴ്ച, അത് ഏറ്റവും വലിയ സദഖയാണ്. എല്ലാവർക്കും മാപ്പ് കൊടുത്തു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സദഖയാണ്, ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്. വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് ചെയ്യുക, ഹൃദയം പരിശുദ്ധമാക്കുക. ആരെക്കുറിച്ച് ഹൃദയത്തിൽ വെറുപ്പില്ല, വിദ്വേഷമില്ല. അല്ലാഹു ഹൃദയമാണ് നോക്കുന്നത്, ഹൃദയം പരിശുദ്ധമാണ്. സഹാബാക്കളുടെ മുൻഗാമികൾക്കിടയിൽ അഭിപ്രായങ്ങൾ വ്യത്യാസമായി, പക്ഷേ ഹൃദയങ്ങൾ പരിശുദ്ധമായി. ഇഖ്തിലാഫ് ഉണ്ടാകാം, പക്ഷെ മുഖാലിഫത്ത് പാടില്ല. അല്ലാഹു തആല ഹൃദയത്തെ നോക്കി വളർത്തും. ആരുടെയെങ്കിലും ഹൃദയത്തിൽ മോശമായ ചിന്ത വന്നാൽ രണ്ടിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഒരു വിലയുമില്ല. അത് എത്ര വലിയ ആളും എത്ര വലിയമാകട്ടെ, വിലായത്തിന്റെ വ്യക്തിയുമാകട്ടെ, ഹൃദയത്തിൽ മോശമായ ചിന്ത വന്നാൽ അള്ളാഹുവിന്റെ ഒരു വിലയുമില്ല. ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി സംഭവത്തിൽ വരുന്നത്, ഇത് ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി മുന്നിൽ ഒരു യാചകൻ കണ്ടു. ആരോഗ്യമുള്ള യാചകനായിരുന്നു. ഇത് മനസ്സിൽ ചിന്തിച്ചു, ജുനൈദുൽ ബഗ്ദാദി വലിയ വിലായത്തിന്റെ വ്യക്തിയാണ്. അദ്ദേഹം ചിന്തിച്ചു, ആരോഗ്യമുള്ള വ്യക്തിയാണ്, എന്തിനെങ്കിലും യാചിച്ചു നടക്കുന്നത്. രാത്രി കിടന്നുറങ്ങിയ ഒരു സ്വപ്നം കാണുകയാണ്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നു, നജസായ ഖൻസീറിന്റെ മാംസം പച്ച കൊണ്ടുവന്ന് തീറ്റിക്കുന്നു. എന്നെ എന്തിനാ കഴിപ്പിക്കുന്നത്? നജസല്ലേ? നിങ്ങൾ ഇന്ന് പകൽ ഒരു സഹോദരന്റെ പച്ചമാംസം കഴിച്ചതല്ലേ? ഞാൻ ഗീബത്ത് പറഞ്ഞില്ലല്ലോ, സ്വപ്നത്തിൽ ഗീബത്ത് പറഞ്ഞില്ലല്ലോ, ഞാൻ ചിന്തിച്ചതല്ലോ, ഞാൻ ആരോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഹൃദയം കൊണ്ട് ഗീബത്ത് പറഞ്ഞല്ലോ, ഒരാളെ കുറിച്ച് മോശമായി ചിന്തിച്ചു, ഹൃദയം കൊണ്ടുള്ള ഗീബത്ത്. ഉടൻ തന്നെ അദ്ദേഹം പുറപ്പെട്ട ആ മനുഷ്യനെ കണ്ടു, പശ്ചാത്തലിച്ചു, ബന്ധം വാങ്ങിച്ചു, ഒറ്റപ്പെടിക്കുന്നു. ഹൃദയത്തിൽ ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കാം. അള്ളാഹുവാണ് അറിയുന്നവരുടെ ബാഹ്യമായി കാണുന്ന അവസ്ഥ പോയായിരിക്കും. എല്ലാവരും നല്ല ചിന്ത അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ തന്നെ കുറിച്ച് ഞാനൊന്നുമല്ല, ഞാൻ മോശക്കാരൻ ചിന്തിക്കുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് നല്ല ചിന്ത, സ്വന്തത്തെ കുറിച്ച് മോശമായി ചിന്ത. വലിയ മഹാനൻ, വലിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം യാത്ര നടന്ന് തന്റെ ശിഷ്യന്മാരുമായി നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നു ജനങ്ങളെ. അപ്പൊ കുടിപ്പിക്കുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുന്ന, അല്ലാഹുവേ എന്റെ ഈ പാനീയം ആരെല്ലാം കുടിക്കുന്നു അവർക്ക് നീ കരുണ ചെയ്യണം. ഇദ്ദേഹമാണെങ്കിൽ നോമ്പ് പിടിച്ചാണ് പോകുന്നത്, നോമ്പുകാരനാണ്, സുന്നത്തായ നോമ്പുകാരനാണ്. നോമ്പ് പിടിച്ചത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പോവുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു, അദ്ദേഹം വെള്ളം കുടിപ്പിക്കുന്ന ജനങ്ങളെ. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ വെള്ളം ആരെല്ലാം കുടിക്കുന്നു അല്ലാഹു നീ അവർക്ക് കരുണ ചെയ്യണം. പോയി എന്റെ നോമ്പ് കുറിച്ച് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നു. ശിഷ്യന്മാർ എന്താണ് നോമ്പുകാരൻ, സുന്നത്തായ നോമ്പല്ലേ? പറഞ്ഞു, ഈ മനുഷ്യന് ദ്വാരക്കാൻ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. ഞാൻ നോമ്പുകാരനെ ചിന്തിച്ച് ഉറച്ചുപില്ല വരച്ചത്, ഞാൻ രക്ഷപ്പെടാൻ ഈ മനുഷ്യന് ദ്വാരക്ക് ആവശ്യമാണ്. തന്നെ കുറിച്ച് ചിന്തിച്ചു, ഞാനൊന്നും വാങ്ങിക്കുന്നു. ദീന്റെ പരിശ്രമത്തിൽ ഈ ഗുണങ്ങൾ മനുഷ്യനെ ഈ അമാനത്ത് പൂർത്തിയാക്കാൻ അല്ലാഹു സഹായിക്കണം. അല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടക്കും, പക്ഷേ അമാനത്ത് പൂർത്തിയാവുകയാണ്. ഉയർന്ന ഗുണങ്ങളാണ്. ഈ ഉയർന്ന ഗുണങ്ങളുള്ളവർ അല്ലാഹു ദീനുവേണ്ടി പ്രവർത്തിച്ചു.
അള്ളാഹു തആല ഇവരുടെ ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ വലിയ ഹിദായത്തിന്റെ ദർശനങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ അള്ളാഹു തആല ദീനിനെ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അതോടൊപ്പം അവരുടെ ത്യാഗത്തിൽ കൂടി ത്യാഗിച്ച കുർബാനയിലൂടെയാണ് ഈ തിരുവാതിരം അമാനത്ത് പൂർത്തിയാക്കിയത്. ത്യാഗമില്ലാതെ ഈ അമാനത്ത് പൂർത്തിയാവുകയാണ്, റാഹത്തിൽ കൂടി ഒരിക്കൽ പൂർത്തിയാവുകയാണ്. മഹാന്മാർ പറയാറുണ്ട്, ബാത്തിലിന്റെ മാർഗത്തെ ഹക്കിന്റെ ആളുകൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ സ്വീകരിച്ചാൽ ബാത്തിൽ മാത്രം വർദ്ധിക്കുകയില്ല, ഹക്ക് നിലനിൽക്കില്ല. ഹക്കിന്റെ മാർഗം ത്യാഗമാണ്, ബാത്തിന്റെ മാർഗം എളുപ്പമാണ്, എളുപ്പത്തിന് വഴിയുള്ള വിഷയം. ഹക്കിന്റെ മാർഗം ത്യാഗത്തിലൂടെയാണ്. അള്ളാഹു തആല നബിമാർക്ക് നൽകിയത് ത്യാഗത്തിന് വഴിയാണ്, എളുപ്പത്തിന് വഴി അള്ളാഹ് നൽകാമായിരുന്നു. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാ നബിമാരെയും സുലൈമാൻ നബിയെ പോലെ ആക്കാമായിരുന്നു, രാജാക്കന്മാരാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അധികം നബിമാരെയും ഒന്നുമില്ലാതെ പിന്നെ വേണ്ടി അയച്ചു. അവർക്ക് ആകെ കൂട്ടത്തിൽ നൽകി ദുആയാണ്. എല്ലാ നബിമാർക്കും ദുആ നൽകി, സമ്പത്ത് എല്ലാ നബിമാർക്കും നൽകിയില്ല, അധികാരമില്ലാതെ കുറച്ച് നബിമാർക്കാണ് നൽകിയത്. ഏറ്റവും നബിമാർ വന്നത് പാവങ്ങളായിട്ടാണ്. അള്ളാഹു തആല ത്യാഗത്തിന്റെ വഴിയിൽ കൂടെയാണ് അള്ളാഹു തആല ദീനെ നിലനിർത്തുന്നത്. ദീൻ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ അതാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, ജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമായി അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം വെടിവെടുക്കുന്നതാണ്. അങ്ങനെ ഒരു പിതാവ് മകൻ യാത്ര ചെയ്തു പോകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ മകനോട് പറഞ്ഞു, മോനെ ഇത് ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ സൂക്ഷിക്കണം, ഞാൻ മരണപ്പെട്ടു പോയാലും ഞാൻ പ്രായമായി നിന്റെ കാലത്ത് സൂക്ഷിക്കണം, വലിയ ജനങ്ങൾ വെടിവെടുക്കുന്നതാണ്. നബിയെ പറ്റി പറയുകയാണ്. ചെറുപ്പക്കാരന്റെ മകന് ദേഷ്യം വന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദിലായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അദ്ദേഹം ശരീരത്തിലേക്ക് അദ്ദേഹം സുജൂദിൽ ഉണർന്നു. അദ്ദേഹം കമല് കഴിഞ്ഞപ്പോൾ ദുആ ചെയ്തതാണ്. നബിമാർക്ക് വലിയ ത്യാഗങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ അടിച്ചടിച്ച് ജനങ്ങൾ ബോധം കേട്ട് വീണു. നബിയാണ്, അല്ലാഹു കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് എന്ത് പറ്റി, വൈലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? അല്ലാഹുവിന്റെ റബ്ബാണെന്ന് മനുഷ്യൻ പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്. നബിമാർക്ക് അല്ലാഹു ഒരു ത്യാഗവും കഷ്ടപ്പാടുണ്ടാവില്ല. ഈ അമാനത്ത് പൂർത്തിയാക്കി വന്നവരാണ്. കാരണം ഈ ഉത്തരവാദിത്വം ത്യാഗത്തിൽ കൂടി പൂർത്തിയാവുകയാണ്. നമ്മുടെ മുൻഗാമികൾ അവർക്ക് നൽകിയ മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന്റെ അർപ്പണിച്ച് അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ അവർക്ക് എന്തെല്ലാം ലഭിച്ചു അതെല്ലാം അർപ്പണം ചെയ്തു. അവരുടെ ജീവൻ, അവരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം എല്ലാം അർപ്പണം ചെയ്തു. അള്ളാഹു എത്രത്തോളം ഒരു മനുഷ്യന് സലാഹിയം നൽകുന്നുണ്ടോ അത്രയും ദീന്റെ വിഷയത്തിൽ ഉത്തരവാദിയാണ്. അള്ളാഹു ഒരാൾക്ക് ബുദ്ധി കൂടുതൽ നൽകി, അവൻ ദീന്റെ വിഷയത്തിൽ അത്രയും ഉത്തരവാദിയാണ്. അവർക്ക് അള്ളാഹു സമ്പത്ത് കൂടുതൽ നൽകി, ആ മനുഷ്യന് അത്രയും ഉത്തരവാദിയാണ്. എത്ര കഴിവും സലാഹിയും കൂടുതലുണ്ടോ അത്രയും അമാനത്ത് പൂർത്തിയാക്കി ഉത്തരവാദിയാണ്. അതിൽ അത്രയനുസരിച്ച് അള്ളാഹു ചോദ്യം പറയും. എത്ര ബുദ്ധി കൂടുതലുണ്ടോ അത് ആഹ്ലത്തിൽ അത്ര കൂടുതൽ ഹിസാബുണ്ടാകും. എത്ര സംസാരത്തിന് കഴിവ് കഴിയുമോ അത്രയും ഹിസാബുണ്ടാകും. കാരണം മുഴുവൻ സലാഹിയെ നൽകിയത് ഉത്തരവാദിത്വം പൂർത്തിയാക്കാനുണ്ട്. മുഴുവൻ അമ്പിയാക്കൾ മുൻപിൽ കഴിഞ്ഞു പോയവർ അവർക്ക് കിട്ടിയതെല്ലാം ദീനയുടെ ഉപയോഗിച്ചു. അവർ ജീവൻ എല്ലാം ദീനിന്റെ അർപ്പണം ചെയ്തു. അദ്ദേഹം ചെറുപ്പകാലത്ത് ചരിത്രം എഴുതുന്നത്, അദ്ദേഹം ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് പരാജയം നേരിട്ട് ജിഹാദിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുമെന്ന് വാർത്ത അദ്ദേഹം. അത് ചെറുപ്പമാണ്, തന്റെ ഉമ്മ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം തയ്യാറായി പുറപ്പെടാൻ വേണ്ടി. ചെറിയ പ്രായമാണ്. വീട്ടിൽ ഒരു സ്ത്രീ, കുടുംബത്തിൽപ്പെട്ട സ്ത്രീ പറഞ്ഞു, മോനെ നീ ചെറുപ്പമാണ്, നീ പോകണ്ട, നീ ചെറുപ്രായമാണ്, മറ്റുള്ളവർ പോയിക്കോളൂ. അദ്ദേഹം പോകാൻ തയ്യാറായി. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ പറഞ്ഞു, എന്തിനാ തടയുന്നത് എന്റെ മകൻ? അള്ളാഹു ദീനു വേണ്ടി പുറപ്പെടുന്നത് അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പറഞ്ഞു, മോനെ നീ പോയിക്കൊള്ളുക, പക്ഷേ നീ പിന്തിരിഞ്ഞ് മടങ്ങി വന്നാൽ, പിന്തിരിഞ്ഞോടിയാൽ, ശത്രുക്കളെ കണ്ട് നീ പിന്തിരിഞ്ഞു വന്നാൽ നിന്റെ ജനാസയിലേക്ക് ഞാൻ നോക്കുകയില്ല. മുസ്ലിമീങ്ങളായ സ്ത്രീകൾ ഇത്രയും ദീനു വേണ്ടി ആവശ്യമുള്ളവരായിരുന്നു. അവർ കിട്ടിയതെല്ലാം ചെലവഴിക്കാൻ അവർ തയ്യാറായി. ആഗ്രഹമായി ദീൻ ലോകത്തിൽ നമ്മുടെ മുൻഗാമികൾ ത്യാഗത്തിൽ കൂടിയാണ്. മുഹമ്മദ് അദ്ദേഹം ചരിത്രത്തിൽ ഇന്ത്യയിൽ മഹാനാണ്. അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് ജനാസ കുളിപ്പിച്ച ആളുകൾ ശരീരത്തിൽ കുറെ മുറിവുകളും ആഴത്തുള്ള മുറിവുകളും കുറെ അടയാളങ്ങളും ആടുകളും എല്ലാം കണ്ടാണ്. അവർക്ക് ആകെ വിഷമമായി. ഇതെന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആല അവർ ചോദിച്ചു, എന്താണ് ഇത്രയും വലിയ മഹാന്റെ ശരീരത്തിൽ എങ്ങനെയിരിക്കും? ഇത് രഹസ്യമാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയരുത്. പക്ഷെ നിങ്ങൾ കണ്ടതിന് പേര് മാത്രം പറയാണ്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശത്രുക്കൾ ഇരുമ്പ് പഠിപ്പിച്ച് അദ്ദേഹം ശരീരത്തിൽ കൊടുക്കുമായി. അവരെല്ലാം ത്യാഗം സഹിച്ചതിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ ലോകത്ത് ദീൻ നിലനിൽക്കാൻ വേണ്ടി. ദീനെ പറ്റി ഫിക്റാണ് ത്യാഗം സഹിച്ചത്. അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് പറയുമായിരുന്നു, എന്റെ വിഷമവും ദുഃഖവും ഞാൻ വിരിപ്പിൽ കിടന്ന് മരിക്കുന്നെന്ന് തോന്നുന്നു.
ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ പിടിമ ഉയരാൻ വേണ്ടി എന്റെ ശരീരം കഷ്ണമാക്കപ്പെട്ടിരുന്നു എങ്കിൽ എത്രയും നല്ലതായി. ഇങ്ങനെയുള്ളവരോട് അള്ളാഹു ദീനില്ലാത്ത ഈ രാജ്യത്ത് ലോകത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി റാഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ലോകത്ത് ഈ അമാനത്ത് പൂർത്തിയാവുകയും ഇതിന് ആവശ്യം അള്ളാഹു ദീൻ ആവശ്യം ഈ മുൻഗാമികളെ പോലെ അള്ളാഹുവിന് വേണ്ടി തനിക്ക് നൽകിയതെല്ലാം അർപ്പണം ചെയ്യുന്ന ഉമ്മത്തിനെയാണ്. അവരെ കൊണ്ട് അള്ളാഹുവിന്റെ ഹിദായത്തിന് വെടികൾ തുറക്കും, ഉമ്മത്തിന്റെ അവസ്ഥകൾ നന്നാക്കും, ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. തന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി റാഹത്തിൽ സുഖത്തിൽ ജീവിക്കുന്ന ഉമ്മത്ത് അവരിലേക്ക് അള്ളാഹു മുസീബത്തെ വീണ്ടും വരികയും അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹുന്റെ ദീനിയുടെ അർപ്പണം ചെയ്താൽ അള്ളാഹു പ്രതീക്ഷിക്കാൻ പറ്റുന്ന വഴിയുടെ അവസ്ഥ ഉമ്മത്തിന്റെ അവസ്ഥകൾ നന്നാണ്. ഇന്ന് ലോകം മുഴുവൻ ഉമ്മത്തിന്റെ അവസ്ഥകൾ മോശമായിക്കൊണ്ടിരിക്കുന്നു. പരിഹാരം എന്താണ്? സംസാരം ഒന്നിനും പരിഹാരമില്ല. പരിഹാരം മനുഷ്യന്റെ പ്രവർത്തനമാണ്, ത്യാഗമാണ്, പരിശ്രമത്തിലൂടെ പരിഹാരമില്ല. നബിമാർ ജനങ്ങളെ അമലുകളിലേക്കാണ് ക്ഷണിച്ചത്, പ്രവർത്തനങ്ങളിലേക്കാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തിൽ ഏറ്റവും ആവശ്യം പരിശ്രമമാണ്, ത്യാഗമാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവ്, സലാഹിയത്ത് ഇതെല്ലാം ഉപയോഗിക്കുന്ന അവസരം ദുനിയാവിന്റെ ജീവിതത്തിലാണ്. ജീവിതം കഴിഞ്ഞ് നമ്മൾ കബറിലെത്തി നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയാണ്. പിന്നെ ഭൂമിയുടെ പുറത്ത് എന്താണ് നമ്മുടെ ഉത്തരവാദികൾ? മരണപരമായ ഉത്തരവാദിത്തം. അതുവരെ നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കേണ്ടത്. അത് കുറഞ്ഞ സമയത്തേക്കാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാളെ അമാനത്ത് പൂർത്തിയാക്കി ഉണ്ടാകണമെന്നില്ല. നാളത്തെ കാര്യം ചോദിക്കും, ഇന്നത്തെ കാര്യം ചോദ്യം ഹിസാബിലാണ്. അള്ളാഹു നമ്മുടെ മുന്നിൽ അള്ളാഹു പരിശ്രമിക്കാൻ അവസരം നൽകി. അവസ്ഥകൾ എത്ര മോശമായാലും പരിശ്രമം നടന്നാൽ അവസ്ഥ അനുകൂലമാണ്. പരിശ്രമം നടക്കാത്തതിനാണ് ബാത്തിൽ വളരുന്നത്. ഹക്കിന്റെ ആളുകൾ ചെയ്യേണ്ട പ്ലാൻ, പരിശ്രമങ്ങൾ, ഫിഗർ അതിൽ എത്രയോ ഇരട്ടി എന്ന് ബാത്തിൽ ആളുകൾ ചെയ്യുക. അതുകൊണ്ട് ബാത്തിൽ വർദ്ധിക്കുന്നു. ബാത്തിൽ വെറുതെ പേരിലാണ് ബാത്തിൽ വർദ്ധിക്കുന്നത്. ലോകത്ത് വൃത്തികേടുകൾ, ഹറാമുകൾ, പാപങ്ങൾ വർദ്ധിക്കുന്നത് അത് വെറുതെ ഇരിക്കുന്നതിന്റെ പേരിലല്ല, പരിശ്രമങ്ങൾ, ബാത്തിന്റെ പരിശ്രമങ്ങൾ നടക്കുന്നത്. ഹക്ക് എന്തുകൊണ്ടാണ് വ്യാപിക്കാത്തത്? ഹക്കിന്റെ ആളുകൾ ത്യാഗം ചെയ്യുന്നില്ല, പരിശ്രമിക്കുന്നില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തീ ഉയർന്നു. ഓരോരോ കാലഘട്ടങ്ങളിൽ ശരിക്കും നോക്കിയാൽ കാണാം. ഇനി മുസ്ലിമുകൾക്ക് ഉയർച്ചയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ പല അവസ്ഥ യുദ്ധത്തിൽ കടന്നു. ഈ യുദ്ധത്തിൽ തന്നെ യുദ്ധത്തിലെ പല സന്ദർഭങ്ങളും ഇത്രയും കാലം പോയിരുന്നു, ഇനി മുസ്ലിമുകൾക്ക് ഉയർച്ചയില്ല, മുസ്ലിമുകൾക്ക് വിജയമില്ല എന്ന അവസ്ഥ എത്തിയിരുന്നു. പക്ഷെ അള്ളാഹു അവിടെ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ചെറിയ സംഘത്തിന് അള്ളാഹു ഒരു സംഘത്തെത്തിയാണ്. അത് നിരാശയില്ല. മുസ്ലിമിന് ഒരിക്കലും നിരാശയില്ല. ഈ ഉമ്മത്ത് എങ്ങനെ നിരാശപ്പെടാനാണ്? ഈ ഉമ്മത്തിന്റെ തുടക്കത്തിൽ ഞാനുണ്ട്, ഈ ഉമ്മത്തിന്റെ ഒടുക്കത്തിൽ ഈസാ അലൈഹിസ്സലാം ഉണ്ട്, ഈ ഉമ്മത്തിന്റെ മധ്യത്തിൽ ഇമാം മഹ്ദിയുണ്ട്. പിന്നെ എന്തിനെ ഉമ്മത്തിന് നിരാശപ്പെട്ടു? അള്ളാഹു ഉറപ്പാണ് ഉമ്മത്തിന്റെ സഹായം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉമ്മത്തിന് അത് സഹായിക്കും. താത്കാലിക ഉമ്മത്തിന് വലിയൊരു അപകടം കൊണ്ടുവന്ന സംഭവമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നതിന് എത്രയോ ഇരട്ടി മുസ്ലിം നഷ്ടം കൊണ്ടുവന്ന സംഭവമാണ് താത്കാലിക. പക്ഷെ അള്ളാഹു തആല ഒരു വ്യക്തിയുടെ പരിശ്രമം, ഒരു വ്യക്തിയുടെ പരിശ്രമം, ഓരോ ദിവസങ്ങൾ താത്കാലികൾ, ഓരോ ദിവസങ്ങൾ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി പോകുന്ന വഴിയെല്ലാം മുസ്ലിങ്ങളെ നശിപ്പിച്ചു, മുസ്ലിങ്ങളെ പള്ളികൾ നശിപ്പിച്ചു, മുസ്ലിങ്ങളെ ഗ്രന്ഥശാല എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവർ രാജ്യങ്ങൾ കടന്നു പോകും. ഇന്ത്യ വരെ എത്തിയില്ല. ഈ രാജ്യത്തിൽ ഉണ്ടാവില്ല. ഒരു രാജ്യം നമ്മൾ പ്രവേശിച്ചു. ഈ സമയത്ത് ഷെയ്ഖ് ജമാലുദ്ദീൻ, ഒരു വ്യക്തി, ഒരാളും ഒറ്റക്കാടനാണ്. അദ്ദേഹം എണീറ്റു, ചിന്തിച്ചു പരിഹാരമില്ല. ശത്രുക്കളുടെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട കാര്യമില്ല, പരിഹാരമില്ല. അദ്ദേഹം ചിന്തിച്ചു, ശത്രുക്കൾ എത്ര ശക്തരാകട്ടെ, എത്ര എണ്ണമുള്ളവരാകട്ടെ, എത്ര ആയുധമുള്ളവരാകട്ടെ, ഇതിന് പരിഹാരമുണ്ട്. അദ്ദേഹം ചിന്തിച്ചു, ദീനിന്റെ പരിശ്രമം, ദീനിലേക്ക് ജനങ്ങൾ അടുപ്പിക്കാൻ പരിഹാരം. അദ്ദേഹം ജനങ്ങളെ പോയി കണ്ടു, ജനങ്ങൾ കൂടെ കൂടി, അടുത്താളെ കണ്ടു, കൂടി ചെറിയ സംഘങ്ങളായി അവരെ കൂടെ അദ്ദേഹം പരിശ്രമം തുടങ്ങി. പരിശ്രമിച്ചതായി നടന്നു, ചെറിയ സംഘങ്ങളായി പരിശ്രമിച്ചത്. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ സംഘം താത്കാലിക നേതാവിന്റെ, രാജാവിന്റെ മകന്റെ വേട്ടയ്ക്ക് പോകുന്ന സംഘത്തിന് മുന്നിൽ കൂടി കടന്നു പോവുകയാണ്. വേട്ടയ്ക്ക് പോകുന്നത് മുസ്ലിമിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എവിടെ പോവുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് എന്റെ മുന്നിൽ കൂടി കടന്നു ധൈര്യപ്പെടുന്ന മുസ്ലിം അത്രയും താഴെ, മുസ്ലിമൊക്കെ ഒന്ന് എണീറ്റിലേക്കാൻ ധൈര്യമുള്ള ഇല്ലാത്തൊരു കാലഘട്ടമായി അത്രയും മുസ്ലിം താഴെ പോയി. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി എന്റെ മുന്നിൽ കൂടി കടന്നു പോകാൻ, എന്റെ മുന്നിൽ കൂടി? നിങ്ങൾ ആരാണ്? കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വിലയാണ്? എന്റെ നായക്കാണ് മഹത്വം, വിലയുള്ളത് നിങ്ങൾക്കാണ്. ഷെയ്ഖ് ജമാലുദ്ദീൻ പറഞ്ഞു, അതിന് മറുപടി ഇപ്പോൾ പറയാൻ സാധിക്കും. അദ്ദേഹം ചോദിച്ചത് എന്താണ്?
അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ മുസ്ലിമായിട്ട് ഞാൻ ഈമാനോടെ ഞാൻ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ നായേക്കാൾ ഈ മൃഗത്തെക്കാൾ എനിക്ക് മഹത്വം. അഥവാ ഞാൻ ഈമാനില്ലാതെ കെളിമച്ചില്ലാതെ മുസ്ലിമാകാതെ ഞാൻ മരിച്ചു പോയാൽ എനിക്കൊരു വിലയുമില്ല, ഈ നായേക്കാൾ എന്നേക്കാൾ മഹത്വം. പക്ഷേ ഈ വാക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് പൊളിച്ചു. ത്യാഗങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ പേരുള്ള വാക്കുകൾ കുഫറിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക ഉറപ്പാണ്. ത്യാഗത്തിന്റെ പേരുള്ള വാക്കുകൾ തീർച്ചയായും മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. ത്യാഗത്തിന്റെ വാക്കുകൾ അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നു, ഇസ്ലാമിന്റെ ദഅവത്ത് നടന്നു. ഈ സെക്കൻഡുകൾ വേട്ടകൾ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ മൃഗത്തിന് പുറത്തിരുത്തി ഇസ്ലാമിന്റെ ദഅവത്ത് നടന്നു. ആ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിച്ചു അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം വാഗ്ദാനം ചെയ്തു, ഞാനിത് പരസ്യപ്പെടുത്താൻ തയ്യാറാണ്. ഇപ്പോൾ എന്റെ പിതാവ് ജീവിച്ചിട്ടുണ്ട്, പിതാവ് മരണപ്പെട്ട ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയെ ഞാൻ ഇതിന് പരസ്യപ്പെടുത്താം, അന്ന് നിങ്ങൾ എന്റെ കൈ വരണം. ഷേഖ് ജമാലുദ്ദീൻ മരണാവസ്ഥയിലെത്തി. പക്ഷെ അദ്ദേഹത്തിന് മറ്റ് പിതാവിന്റെ ഭരണം കഴിഞ്ഞിട്ടുമില്ല. തന്റെ മകനെ വിളിച്ച് വസീൽ ചെയ്തു, ഇന്ന വ്യക്തിയുമായി ഇങ്ങനൊരു കരാറുണ്ടാവും, ഞാൻ മരിച്ചാൽ ആ കരാറിലേക്ക് ഉറപ്പെടുത്തുന്നു. അദ്ദേഹം മരിച്ചു. തന്റെ മകൻ ജീവിത കാലഘട്ടത്തിൽ പിതാവ് മരണപ്പെട്ടു, മകൻ ഭരണാധികാരിയായി. ഇദ്ദേഹം പോയി കൊട്ടാരത്തിന് പുറത്തു പോയി ശബ്ദത്തിൽ വാങ്ങി വിളിച്ചു. ശബ്ദം കണ്ടപ്പോൾ ആരാണ് വിളിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആരാണ്? ഷേഖ് ജമാലുദ്ദീന്റെ മകനാണ്. നിങ്ങൾ എന്റെ പിതാവ് ഒരു കരാറുണ്ടായിരുന്നു, അത് ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം സദസ്സിനെ എണീറ്റു. അദ്ദേഹം തയ്യാറായി. തന്റെ കൂട്ടത്തിലുള്ളവരെ വിളിച്ചു നിർത്തി. അവരും തയ്യാറായി. പിന്നെ രാജ്യം വിളംബരം ചെയ്തു. താൽക്കാലി സമൂഹം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു. അവർ അഭിനന്ദനമായി കരുതുന്നു. ഒരു സമൂഹത്തിൽ മുസ്ലിമീങ്ങളെ കൊന്നു പോയ ആ സംഘം പിന്നെ അവരിൽ നിന്ന് മുജാഹിദീങ്ങളുണ്ടായി, ദീനിനു വേണ്ടി പോരാടുന്നവർ, മുഹദ്ദിസീങ്ങളുണ്ടായി, ഇമാമിയങ്ങളുണ്ടായി, വലിയ വലിയ മഹാന്മാരുണ്ടായി. എവിടെ നിന്നാണ്? ഇസ്ലാമിനെ നശിപ്പിച്ചവർ. എപ്പോഴാണ് ഉണ്ടായത്? തുടക്കം ഒരു ആലിം, ചെറിയ സംഘം, പരിശ്രമം നടന്നു, സംസാരങ്ങൾ നടന്നു, പരിശ്രമം നടന്നാൽ ഉറപ്പായ കാര്യമാണ്. പരിശ്രമം നടന്നില്ല. പരീക്ഷണങ്ങൾ, ഹക്കിന്റെ ആളുകൾ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. പരിശ്രമം നടന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പരിശ്രമം ചെയ്യേണ്ട കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ സമയമാണ്. നാം ചിന്തിച്ചിരിക്കേണ്ട സമയത്തല്ല, മറിച്ച് വലിയ ഹിമ്മത്തിൽ പരിശ്രമിക്കേണ്ട സമയം. ധീരതയോടെ സഹാബാക്കൾ, അമ്പിയാക്കൾ, ധീരന്മാരെ അവസ്ഥകൾ കണ്ട് തളരുന്നവരായിട്ടില്ല, ധീരന്മാരെ പരിശ്രമിച്ചു. അതുകൊണ്ട് നമ്മൾ ധീരതയോടെ പരിശ്രമിക്കേണ്ട സമയമാണ്. ഹിമ്മത്തോടെ ബാത്തിലിന്റെ കോട്ടകളിൽ പോയി ഹിമ്മത്തോടെ ഹക്കിന്റെ പരിശ്രമം ചെയ്യുന്നവരാണ്. കുഫ്രിന്റെ കോട്ടകളിൽ സഹാബാക്കൾ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. വലിയ വലിയ കൊട്ടാരങ്ങൾ പോയി ചെറിയ ചെറിയ സംഘങ്ങൾ ഒന്നുമില്ലാതെ ശക്തമായി പരസ്യമായി അല്ലാഹുവിനെ ആരാധിച്ചു. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഹക്ക്, ഈ കലിമ ഏറ്റവും ഉയർന്നതാണ്. ആരും തലപ്പിക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുന്നില്ല, നമ്മുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ലോകം മുഴുവൻ ഈ കലിമയുടെ കീഴിൽ ഒരു ഉറപ്പായ കാര്യമാണ്. അവിടെ കലിമ അവിടെ മുന്നേ ഉയർത്തിപ്പിടിച്ചാൽ ലോകം നമ്മുടെ പുറകിൽ വരികയും ചെയ്യും. നാം ലജ്ജിക്കേണ്ടവരല്ല, വേറെ തലവെടുത്ത് ചിന്തിക്കേണ്ടവരല്ല. പക്ഷെ കലിമ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നമ്മുടെ തലയിൽ വീഴുന്നത്. അവിടെ ഹിമ്മത്തെ നീർത്തു വെക്കണം. അള്ളാഹു എനിക്ക് പരിശ്രമം നൽകി. ഈ കാലഘട്ടത്തിൽ പരിശ്രമം ചെയ്യാൻ മനസ്സിലാക്കി തന്നു. നമ്മൾ ഹിമ്മത്തെ ആഗ്രഹം വയ്ക്കും. എന്റെ കഴിഞ്ഞ പോലെ ജീവിതത്തിൽ പരിശ്രമിച്ചതായിരിക്കും. പക്ഷെ ഇപ്പോൾ പരിശ്രമിക്കേണ്ട ആവശ്യമാണ്. ഇപ്പൊ പഴയ പരിശ്രമത്തെ ഓർത്ത് മതി ചിന്തിക്കണം, ഞാൻ 4 മാസം പുറപ്പെട്ടല്ലോ, ഞാൻ വിദേശം പോയി, അതല്ല. ഇപ്പോൾ ആവശ്യമാണ്. അതൊന്നും പരിഹാരമല്ല, ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്താണ്. കഴിഞ്ഞ ചിന്തിച്ച് നമ്മൾ ഇന്ന് കളയേണ്ടവരല്ല. ഞാൻ കുറെ വർഷങ്ങളായി പുറപ്പെട്ട് പരിശ്രമിക്കുന്ന ആള്, അതൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ പരിശ്രമത്തിന്റെ ആവശ്യമാണ്. ഹിമ്മത്ത് പറയും ആരൊക്കെ തയ്യാറുണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉടൻ തന്നെ 4 മാസത്തേക്ക് പുറപ്പെടാൻ വേണ്ടി